നിർമ്മിത ബുദ്ധിയുടെ പേരിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പ്രകോപനപരമായെന്ന് തോന്നുന്ന ചില പരാമർശങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളെ നിർമ്മിത ബുദ്ധി വിജ്ഞാനകോശത്തിലെ തുടർവായനയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശ്യം എന്ന് വേണമെങ്കിൽ ലളിതമായിട്ട് പറയാം. നിർമ്മിത ബുദ്ധി എന്ന പേര് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളതാണ് അതിന്റെ ഇംഗ്ലീഷിലെ രൂപം. മലയാളത്തിൽ കൃത്രിമ ബുദ്ധി എന്ന് വേണമെങ്കിൽ വിളിക്കാമായിരുന്നു. പക്ഷെ നിർമ്മിത ബുദ്ധി എന്നാണ് ഇപ്പോൾ പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പേര്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല, അഥവാ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന പേരിൽ തന്നെ ഒരു വിചിത്രമായ ഒരു അംശം ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് നിരീക്ഷിക്കാം. മറ്റ് യന്ത്രങ്ങളുടെ പേരുകൾ എടുക്കാം. കാർ എന്ന് വെച്ചാൽ ഒരു യന്ത്രമാണ്. അത് എന്ത് ചെയ്യുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അത് ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു യന്ത്രമാണ്. ഇന്ന സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ വിമാനം എന്നുള്ളത് എന്ത് ചെയ്യുമെന്ന് നമുക്കറിയാം. അച്ചടി യന്ത്രം എന്ത് ചെയ്യും എന്നും നമുക്കറിയാം. അച്ചടി സഹായിക്കും. യന്ത്രത്തറി എന്ത് ചെയ്യും എന്നും നമുക്കറിയാം. അത് തുണി നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു യന്ത്രമാണ്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള യന്ത്രങ്ങളുണ്ട്. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന യന്ത്രം കമ്പ്യൂട്ടിംഗ് ചെയ്യുന്ന യന്ത്രമാണ്. കണക്കുകൂട്ടലുകളാണ് അത് ചെയ്യുന്നത്. പക്ഷെ നിർമ്മിത ബുദ്ധി എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കൊരു പക്ഷെ അങ്ങനെ വ്യക്തമായ ഉത്തരവൊന്നുമില്ല. ചിലർ പറയും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് അത് ചെയ്യാം, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഇത് ചെയ്യാം എന്നൊക്കെ പറയും. പക്ഷെ നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ, ബുദ്ധി എന്ന് പറയുന്ന മനുഷ്യ സഹജമായിട്ടുള്ള ഒരു സംഗതിയാണെങ്കിൽ, നിർമ്മിത ബുദ്ധി എന്നാൽ മനുഷ്യ സഹജമായിട്ടുള്ള പ്രവർത്തനം ചെയ്യും, മനുഷ്യ സമാനമായിട്ടുള്ള പ്രവർത്തനം ചെയ്യും എന്ന് നമുക്ക് ചിന്തിക്കാനാകുമോ എന്ന് നമുക്ക് ഒരു ചോദ്യം ചോദിക്കാവുന്നതാണ്. ഒരുപക്ഷെ മനുഷ്യന്റെ സഹജമായിട്ടുള്ള പ്രവർത്തനം, മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനത്തിൽ പെടുന്ന പല പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോ ഉദാഹരണത്തിന് പലർക്കും സൈക്കിൾ ഓടിക്കാൻ അറിയാം, അല്ലെങ്കിൽ നീന്താൻ അറിയാം, അല്ലെങ്കിൽ ഇസ്തിരി ഇടാൻ അറിയാം, പാത്രം തേക്കാൻ അറിയാം. ഇതൊക്കെ ചെയ്യുന്ന നിർമ്മിത ബുദ്ധി എന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾ പാത്രം തേക്കുന്ന പോലെ തേക്കുന്ന നിർമ്മിത ബുദ്ധി ഇന്നില്ല. ഇസ്തിരി ഇട്ട് തരുന്ന നിർമ്മിത ബുദ്ധിയും ഇന്നില്ല. സൈക്കിൾ ചവിട്ടുന്ന നിർമ്മിത ബുദ്ധി പോലും ഇല്ല. മനുഷ്യന്റെ ചലനവും ചടുലതയും ഉപയോഗിച്ചുകൊണ്ടുള്ള പല പ്രവർത്തനങ്ങളും ചെയ്യുന്ന നിർമ്മിത ബുദ്ധി അൽഗോരിതങ്ങൾ ഇന്ന് നിലവിലില്ല. യന്ത്രങ്ങൾ നിലവിലില്ല. അപ്പോൾ എന്താണ് മനുഷ്യ സമാന പ്രവർത്തനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനുഷ്യന്റെ ചലനവും ചലനാത്മകതയെ അനുകരിക്കുന്ന രീതിയിലുള്ള നിർമ്മിത ബുദ്ധി ഇല്ല. അപ്പൊ മനുഷ്യന്റെ എന്ത് രീതിയാണത് അത് അനുകരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇതിലേക്ക് കടക്കുന്നതിന് മുൻപ് മനുഷ്യന്റെ ചിന്ത എന്നുള്ളത് എന്താണ്, മനുഷ്യൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വ്യത്യസ്ത മനുഷ്യർ ചിന്തിക്കുന്ന വ്യത്യസ്ത രീതിയിലാണ്. അതിനെക്കുറിച്ച് രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന് അവരുടെ സഹജ സ്വഭാവമാണെന്നും, രണ്ടാമത് അവരുടെ സാമൂഹിക ജീവിതം, അല്ലെങ്കിൽ അവരുടെ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അവരുടെ വളർച്ചയിലൂടെ അവർക്ക് കൈവന്നിട്ടുള്ള അനുഭവങ്ങൾ അവരെ വ്യത്യസ്ത രീതിയിൽ ചിന്തിപ്പിക്കുന്നതാണെന്നും നമുക്ക് വേണമെങ്കിൽ കരുതാം. ഒരു വ്യക്തി എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് എന്ന് വെച്ചാൽ, ഒരു വ്യക്തി ഒരു റോഡിൽ ഇങ്ങനെ കിടക്കുന്നു. അപ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ആശങ്കയോ ഒരു അനുകമ്പയുടെയോ മറ്റോ പുറത്ത് നമ്മൾ ആ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് അടുത്ത് നോക്കുമായിരിക്കും. ഈ ചിന്ത എവിടെ നിന്ന് വരുന്നു എന്നുള്ളത്, ഈ ചിന്ത ഒരു സാമൂഹികമായിട്ടുള്ള ചിന്തയാണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. മാർക്സ് ഈ ചിന്തയുടെ സാമൂഹികതയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചത് മനുഷ്യന്റെ ചിന്ത ബന്ധങ്ങളുടെ സഞ്ചയം ആയിട്ടാണ് അദ്ദേഹം വിഭാവന ചെയ്തിട്ടുള്ളത്. മാൻ ഇസ് എൻ ഓൺസെമ്പിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിലെ നവോത്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കേരള നവോത്ഥാനത്തിലെ കേന്ദ്രസ്ഥാനീയനായ നാരായണ ഗുരു അദ്ദേഹത്തിന്റെ പല രീതിയിലുള്ള കവിതകളിലും എഴുത്തുകളിലും ചിന്തയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലെ സാമൂഹിക വശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരയണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അപരത്വം എന്ന് പറയുന്നത്, ചിന്തയിലെ അപരത്വത്തെ അദ്ദേഹം അവിടെ കൂടുതലായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന നിർമ്മിത ബുദ്ധിയും ഇപ്പോഴുണ്ടെന്ന് കരുതാൻ വയ്യ. എന്ന് വെച്ചാൽ, ഒരു നിർമ്മിത ബുദ്ധി ഇങ്ങനെ നടന്നു പോകുന്നു, വഴിയിൽ ഒരാൾ കിടക്കുന്നു, അയാളോടുള്ള അനുകമ്പയുടെ പുറത്ത് അവിടെ ചെന്ന് നോക്കുന്ന നിർമ്മിത ബുദ്ധിയും ഇന്നുണ്ടെന്ന് കരുതാൻ വയ്യ. നമ്മുടെ ചലനവും ചലനാത്മകതയും സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളെയും അനുകരിക്കുന്ന ഒന്നും തന്നെ സ്വാഭാവികമായി നിർമ്മിത ബുദ്ധിയിൽ ഉൾക്കൊള്ളുന്നില്ല എന്ന് കരുതേണ്ടി വരും. അപ്പോൾ എന്താണ് മനുഷ്യ സമാന പ്രവർത്തനം എന്ന പേരെന്ന ഈ നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനത്തിന്റെ രീതി? അപ്പൊ ഇതിലേക്ക് പോകുമ്പോഴാണ് നാം ഒരുപക്ഷെ മസ്തിഷ്കം എന്ന് പറയുന്നതിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള നിലപാടുകളിലേക്ക് വരുന്നത്. 17-ാം നൂറ്റാണ്ടിൽ റെനെ ദക്കാർത്ത് എന്ന് പറയുന്ന ഒരു പാശ്ചാത്യ തത്വചിന്തകൻ പറഞ്ഞത്, മനുഷ്യനെ രണ്ടായിട്ട് തിരിക്കുകയാണ് അദ്ദേഹം. ഒരെണ്ണം മസ്തിഷ്കം സർവ്വതിനെയും നിയന്ത്രിക്കുന്ന മസ്തിഷ്കം. അതിലേക്ക് സിഗ്നലുകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രിയങ്ങളുണ്ട്.
ആ മസ്തിഷ്കം തീരുമാനിക്കുന്നു. മസ്തിഷ്കം തീരുമാനിക്കുന്നതിലൂടെ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ കാലുകളും കൈകളും മറ്റ് അവയവങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ മസ്തിഷ്കത്തിലേക്ക് അദ്ദേഹം ചിന്തയെ ചുരുക്കുന്നുണ്ട്. ഒരുപക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന വാക്കിന് പ്രേരകമായിട്ടുള്ളതും ഒരുപക്ഷെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തെ അനുകരിക്കുക എന്നുള്ള ഒരു ചിന്തയായിരിക്കാം. അതിന് പാശ്ചാത്യ തത്വചിന്താ ലോകത്ത് തന്നെ നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരു ബ്രിട്ടീഷ് തത്വചിന്തകൻ ആയിട്ടുള്ള തോമസ് ഹോബ്സ് എന്ന് പറയുന്നയാള് അദ്ദേഹം ചിന്തയെ കണക്കുകൂട്ടലുകളായിട്ട് അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അത്തരം അടയാളപ്പെടുത്തലുകൾ നിരവധിയായി പാശ്ചാത്യ ചിന്താ ലോകത്തുണ്ട്. പക്ഷെ ഈ ഇത്തരം ചിന്തകൾ സാമൂഹികമായിട്ടും മറ്റ് രീതിയിലുള്ള അംശങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ മസ്തിഷ്കത്തിൽ ഗണിത പ്രക്രിയകളിലൂടെ നടപ്പിലാക്കുന്ന ചിന്ത എന്ന് വന്നാൽ ഒരുപക്ഷെ മനുഷ്യന്റെ ചിന്തയിലുള്ള വൈവിധ്യങ്ങളെ അതിനെ വിശദീകരിക്കാൻ കഴിയാതെ പോകും. അതുപോലെ തന്നെയാണ് ഇന്നിപ്പോ നിർമ്മിത ബുദ്ധി പ്രവർത്തിക്കുന്നതും എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് AI ചോദിക്കാം. AI നിയതമായിട്ടുള്ള രീതികളുണ്ട്. അതിൽ വൈവിധ്യങ്ങൾ ഏറെയൊന്നും ഇല്ല എന്നും കരുതേണ്ടി വരും. ChatGPT ചോദിച്ചാലും ജെമിനിയോട് ചോദിച്ചാലും മൈക്രോസോഫ്റ്റിന്റെ AI ചോദിച്ചാലും എല്ലാം ഏകദേശം ഒരേ തരത്തിലുള്ള ഒരേ ഘടനയുള്ള ഉത്തരങ്ങളാവും കിട്ടുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു രീതിയിലേ അതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുള്ളൂ എന്ന് വെച്ചാൽ വിവരശേഖരങ്ങളിലുള്ള പാറ്റേണുകൾ ഉപയോഗിച്ചുള്ള ഒരു രീതിയിലേ വ്യാഖ്യാനിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇവയുടെ എല്ലാം പ്രവർത്തനം. അതുകൊണ്ട് തന്നെ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന പേരിൽ തന്നെ അടങ്ങിയിട്ടുള്ള ചില അംശങ്ങൾ അത് നമുക്ക് പലപ്പോഴും കൃത്രിമമായിട്ട് അനുഭവപ്പെടുന്ന അംശങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ ഞാൻ ശ്രമിക്കുന്നത്. തുടർ വായനയ്ക്കായിട്ട് നിർമ്മിത ബുദ്ധിയുടെ പേരിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ലേഖനം വിജ്ഞാനകോശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു.